ഗൈസ് 2023-24 കാലഘട്ടത്തിൽ 12ഓളം പ്രൈവറ്റ് ട്രെയിൻസ് ഉണ്ടായിരുന്ന ഇന്ത്യയിൽ 2027 ആകുമ്പോഴത്തേക്കും 151 ട്രെയിൻസ്, അതായത് പ്രൈവറ്റൈസ്ഡ് ട്രെയിൻസ് വരും എന്നാണ് രജനി മന്ത്രാലയം പറയുന്നത്. ഈസ് ഇറ്റ് ഗോയിങ് ടു ബി എ ഫുൾ ഓൺ പ്രൈവറ്റൈസേഷൻ ഇൻ ഇന്ത്യൻ റെയിൽവേസ്? യെസ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് സൂരജ് ബാലകൃഷ്ണൻ ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് അത് ആ ഒരു ടോപ്പിക് തന്നെയാണ്. പ്രൈവറ്റൈസേഷൻ ഇന്ത്യൻ റെയിൽവേ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നടക്കുമോ? അതേപോലെ തന്നെ അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് ആൻഡ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ഉണ്ടാവുന്ന പറയുന്ന പോലെ തന്നെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൺസ് അഗൈൻ. ആൻഡ് ഇഫ് യു ലൈക്ക് ഇറ്റ് മൈ കണ്ടന്റ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. സോ വിൽ ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ വാട്ട് ഡു യു മീൻ ബൈ പ്രൈവറ്റൈസേഷൻ? പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? സത്യത്തിൽ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് സ്വകാര്യവൽക്കരണം. അതായത് നമ്മൾ ഒരു സ്ഥാപനത്തിന് ഫുൾ ഓൺ ഒരു പ്രൈവറ്റ് വ്യക്തി, അതായത് ഒരു സ്വകാര്യ വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്നതിനാണ് ഈ പറയുന്ന പോലെ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. അത് റെയിൽവേയിൽ ഇപ്പം ആസ് ഓഫ് ടൈം ബീയിങ് അത് നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, നടക്കുന്നില്ല. വൈ? ബിക്കോസ് റെയിൽവേയിൽ ഈ പറയുന്ന പോലെ തന്നെ പ്രൈവറ്റൈസേഷൻ കംപ്ലീറ്റ്ലി ഓൺ എ ഫുൾ ഫ്ലെഡ്ജ് നടക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ലോഡ് ഓഫ് ഡിഫിക്കൽട്ടീസ്. എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു പ്രൈവറ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് ഒരു പാർട്ടീസിന് ഈ പറയുന്ന പോലെ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നെറ്റ്വർക്ക് സിസ്റ്റം, അതായത് റെയിൽവേൻ്റെ നെറ്റ്വർക്ക് സിസ്റ്റം എന്ന് പറയുന്നത് വൺ ഓഫ് ദ വേൾഡിലെ തന്നെ എക്സലൻറ്റ് ബ്യൂട്ടിഫുൾ നെറ്റ്വർക്ക് സിസ്റ്റമാണ്. ആ ഒരു നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ നമ്മളിത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മൊണോപ്പൊളി വരും. മൊണോപ്പൊളി വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ അഫക്റ്റ് പീപ്പിൾ, അതായത് നമ്മുടെ സിറ്റിസൺ അല്ലെങ്കിൽ സിവിലിയൻസിനെ അത് അഫക്റ്റ് ചെയ്യും. ആൻഡ് ഇഫ് ദർ ആർ ലോഡ് ഓഫ് പ്രൈവറ്റ് പാർട്ടീസ് ഇൻവോൾവ്, അതായത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഇൻവോൾവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നെറ്റ്വർക്ക് സിസ്റ്റം സ്മൂത്ത് ആയിട്ട് നടന്നു പോകുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. സോ ആസ് ഓഫ് നൗ ഈ ഒരു പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് റെയിൽവേയിൽ ഇപ്പം ഓൺ എ ഫുൾ ഫ്ലഡ്ജ് നടക്കുന്നില്ല. ചില ഏരിയാസിൽ നടക്കുന്നുണ്ട്. അത് റെയിൽവേ മിനിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് സർട്ടൻ ആസ്പെക്ട്സ്, അതായത് ചില സേഫ്റ്റി ആസ്പെക്ട്സ് അല്ലെങ്കിൽ സേഫ്റ്റി കാറ്റഗറിയിൽ ഇത് നടത്താൻ പറ്റില്ല. വൈ? ബിക്കോസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ LP അല്ലെങ്കിൽ ALP അല്ലെങ്കിൽ പറഞ്ഞ പോലെ സേഫ്റ്റി എഞ്ചിനീയർ, അങ്ങനെയുള്ള കേസുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യും. ഇപ്പോൾ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ ഉണ്ട്. ഇപ്പോൾ സേഫ്റ്റി എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ജൂനിയർ എഞ്ചിനീയർ അല്ലെങ്കിൽ സീനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന സമയത്ത് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ട്രെയിനിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ അതിന് ഈ ഒരു ട്രെയിനിന് ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അപ്പോൺ ഹിം, അത് അയാളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. സോ അത് നമുക്കൊരു സേഫ്റ്റി ആസ്പെക്ട്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് ഓഫ് നൗ ടൈം ഇനി മുന്നോട്ട് പോകും തോറും ക്യാൻ ഹാപ്പൻ. പക്ഷേ ഫോർ ദ ടൈം ബീയിങ് അങ്ങനെ ഈ പറയുന്ന പോലെ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമുക്ക് ഇന്ത്യയിൽ നടക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം വെൽഡിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ ഒരു കോൺട്രാക്ടൽ ലേബേഴ്സ് വരുന്നുണ്ട്. പക്ഷെ കോൺട്രാക്ടൽ ലേബേഴ്സ് വരണ്ടെങ്കിൽ പോലും തന്നെ അവിടെ അതിനെ സർട്ടിഫൈ ചെയ്യാനായിട്ട് ഒരു റെയിൽവേ എംപ്ലോയി അല്ലെങ്കിൽ ഒരു റെയിൽവേ SSC അല്ലെങ്കിൽ റെയിൽവേ JE അവിടെ ഉണ്ട്. അതല്ലാതെ ഒരു പ്രൈവറ്റായിട്ട് ഒരു സർട്ടൻ ഒരു ആൾക്ക് നമ്മളത് കൊടുക്കുന്നില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ എഞ്ചിനീയർ. അതേപോലെ തന്നെ ഇപ്പോൾ അല്ലാതെയുള്ള ഒരു നോൺ സേഫ്റ്റി കാറ്റഗറി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ, ഇപ്പോൾ റെയിൽവേ ഹോസ്പിറ്റലുണ്ട്. റെയിൽവേ ഹോസ്പിറ്റൽ ഇപ്പോൾ ഒത്തിരി ഈ പറയുന്ന ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം പ്രൈവറ്റ് പാർട്ടീസായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസായിട്ട് ടൈപ്പ് നടത്തിയിട്ട് നമ്മൾ പേഷ്യൻസിനെ അല്ലെങ്കിൽ പറയുന്ന പോലെ തന്നെ റെയിൽവേ എംപ്ലോയീസിനെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടെ ഈ പറയുന്ന പോലെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ നോൺ സേഫ്റ്റി കാറ്റഗറിയിൽ കോൺട്രാക്ടൽ സ്റ്റാഫും അതേപോലെ തന്നെ ഒരു പാർഷ്യൽ പ്രൈവറ്റൈസേഷൻ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ കേസിലാണെങ്കിൽ പോലും തന്നെ അവിടെ സേഫ്റ്റി കാറ്റഗറി അല്ല. അത് സേഫ്റ്റി കാറ്റഗറി എന്ന് പറയുമ്പോൾ കുറേ കൂടെ ഒരു ഡയറക്റ്റ് ട്രെയിൻ റണ്ണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു കാറ്റഗറിയാണ് സേഫ്റ്റി കാറ്റഗറി എന്ന് പറയുന്നത്. സോ ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ കേസിലാണെങ്കിൽ അവിടെയും ഈ പറയുന്ന ഒരു റെയിൽവേ ആൾക്കാരുടെ സ്ഥാനത്ത് വേറെ ഈ പറയുന്ന പ്രൈവറ്റ് ഒരു കോൺട്രാക്ട് ലേബേഴ്സാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡി എംപ്ലോയീസും ഈ പറയുന്ന സേഫ്റ്റി കാറ്റഗറിയിൽ വരില്ല. അവർ കുറേ കൂടെ ഒരു നോൺ ടെക്നിക്കലാണ്. സോ ഗ്രൂപ്പ് ഡിയുടെ ആൾക്കാരുടെ സ്ഥാനത്തും ഈ കോൺട്രാക്ട് സ്റ്റാഫും വരുന്നുണ്ട്.
സോ അതുകൊണ്ട് തന്നെ റെയിൽവേയിൽ കംപ്ലീറ്റ്ലി പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആണ് ഫോർ ദ ടൈം ബീയിങ്. ആൻഡ് ഇതിൻ്റെ ഒരു മെറിറ്റ്സ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രൈവറ്റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ മെറിറ്റ്സ്? ഇപ്പം തേജസ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നോർത്തിലാണ് ഓടുന്നത് തോന്നുന്നത്, ലക്നൗ ആ ഒരു ഭാഗത്താണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ അവിടുത്തെ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, പ്രൈവറ്റ് ട്രെയിനിലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് പങ്ക്ച്വാലിറ്റി. നമ്പർ വൺ ഇറ്റ് ഇസ് ദ പങ്ക്ച്വാലിറ്റി. പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്ന സമയത്ത് കൃത്യസമയത്ത് തന്നെ അത് അറൈവലും അതേപോലെ തന്നെ ഡിപ്പാർച്ചർ ആവുന്നുണ്ട്. സോ അതാണ് ആദ്യത്തെ ഒരു വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ക്ലെൻലിനെസ്. നമ്മളിപ്പോൾ ഇന്ത്യൻ റെയിൽവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലെൻലിനെസ് എന്ന് പറയുന്നതിൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേ കുറച്ചൊന്ന് പുറകിലാണ്. വൈ? ബിക്കോസ് നമ്മൾ ഒത്തിരി പോപ്പുലേറ്റഡ് ആണ്. പ്ലസ് ഈ പറയുന്ന പോലെ തന്നെ മെയിൻ്റനൻസ് ടൈമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ക്ലെൻലിനെസ്സിൻ്റെ ഏരിയയിൽ നമ്മൾ ഇച്ചിരി പുറകിലാണ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് പ്രൈവറ്റൈസ്ഡ്, അത് നമ്മൾ പ്രൈവറ്റ് ട്രെയിനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറേ കൂടെ ഒരു ക്ലെൻലിനെസ്സിന് സ്കോപ്പ് ഉണ്ട്. പ്രൈവറ്റ് പാർട്ടീസ് ആയതുകൊണ്ട് തന്നെ ക്ലെൻലിനെസ് അവിടെ കുറേ കൂടെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് ദ തേർഡ് വൺ സേഫ്റ്റി. സേഫ്റ്റി നമ്മളിപ്പോൾ ഒത്തിരി മീനിങ് ഒരു 2 വർഷമായിട്ട് തന്നെ ഇപ്പം റെയിൽവേയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ന്യൂസിലെല്ലാം കേൾക്കുന്നുണ്ട്. സോ ആ ഒരു ആക്സിഡൻസ് എല്ലാം നമുക്ക് കുറയ്ക്കാനായിട്ട് ഈ ഒരു പ്രൈവറ്റ് പാർട്ടീസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ പ്രൈവറ്റൈസേഷൻ കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവാറുണ്ട്. ആൻഡ് ദ ഫോർത്ത് വൺ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വന്ദേ ഭാരതിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലോഷർ ആൻഡ് ഓപ്പണിംഗ് ഓഫ് ഡോർസ് ഉണ്ട്. അതേപോലെ തന്നെ ടെക്നോളജിക്കൽ ആ വന്ദേ ഭാരത് ഇപ്പം മേധ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് അത് അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സോ അങ്ങനെയുള്ള കുറേ ടെക്നോളജിക്കലായിട്ടുള്ള ഇന്നോവേഷൻസ് നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ പ്രൈവറ്റൈസേഷൻ കൊണ്ട് വരാം. സോ ദാറ്റ്സ് ദ ഫോർത്ത് പോയിന്റ്. നൗ വി വിൽ ഗോ ഇൻ ടു ദ ഡീമെറിറ്റ്സ്. എന്താണ് ഈ ഒരു പ്രൈവറ്റൈസേഷൻ കൊണ്ടുണ്ടാകാൻ പോകുന്ന ഡീമെറിറ്റ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് തന്നെയാണ്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സേഫ്റ്റി കാറ്റഗറിയിൽ നമുക്കൊരു കോംപ്രമൈസ് വരുത്താൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ALP അല്ലെങ്കിൽ പറയുന്നത് JE, SM ഇവരൊക്കെ ഡയറക്ട്ലി ഇൻവോൾവ് ഇൻ ദ ട്രെയിൻ ഓപ്പറേഷൻസ് ആണ്. റണ്ണിങ് ഓഫ് ദ ട്രെയിൻ ഓപ്പറേഷൻസിൽ ഡയറക്ട്ലി ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന വ്യക്തികളെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ റിക്രൂട്ട്മെന്റ് വേണമെങ്കിൽ നമുക്കൊന്ന് സ്ലോ ആക്കാൻ പറ്റും. മീനിങ് ഉള്ള ആൾക്കാരെ വെച്ചിട്ട് പണിയെടുപ്പിക്കുക എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് റെയിൽവേ പോകും. പ്ലസ് ഈ പറയുന്ന പോലെ തന്നെ നോൺ ടെക്നിക്കൽ നോക്കുകയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ നോൺ സേഫ്റ്റി കാറ്റഗറി നോക്കുകയാണെങ്കിൽ അവിടെ കംപ്ലീറ്റ്ലി ഈ പറയുന്ന പോലെ തന്നെ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ ഒരു സ്റ്റോപ്പേജ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് അവിടെ ഇല്ലാതാവുന്ന ഒരു കേസ് കൂടെ വരും. ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടിക്കറ്റ് ഫെയർ. ഇപ്പം പ്രൈവറ്റ് ട്രെയിൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓൺ ചെയ്യുന്നത് പ്രൈവറ്റ് ആൾക്കാരാണ്. സോ അവർക്ക് കുറെ കൂടെ ഒരു പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. സർവീസ് ഓറിയൻറ്റഡിനേക്കാളും കൂടുതൽ അവർ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് റേറ്റ് കുറച്ചുകൂടെ ഹൈ ആവും. അതാണ് ദ സെക്കൻഡ് വൺ. ആൻഡ് ദ തേർഡ് വൺ ഇറ്റ് ഈസ് ഒരു പറയുന്ന പോലെ പുവർ പീപ്പിൾ നമ്മുടെ കൺട്രിയിൽ ഇപ്പം ഓൾ ഓവർ മീനിങ് ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50% മുകളിൽ ആൾക്കാർ ഈ പറയുന്ന പോലെ തന്നെ ഒരു മിഡിൽ അല്ലെങ്കിൽ ലോവർ ക്ലാസ്സിൽ വരുന്ന ആൾക്കാരാണ്. 50-60% വരുന്നുണ്ട് ലോവർ ടു മിഡിൽ ക്ലാസ്. സോ അവരെയൊക്കെ ഇത് വല്ലാണ്ട് അഫക്റ്റ് ചെയ്യും ബിക്കോസ് ഓഫ് ദിസ് ടിക്കറ്റ് ഫെയർ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് സാലറി എക്സ്പെക്ടേഷൻ. നമ്മളിപ്പോൾ പ്രൈവറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള സാലറി കിട്ടണം എന്നുണ്ടാവില്ല. പ്ലസ് നമ്മൾ ഇപ്പോൾ പ്രൈവറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ചെയ്യുന്ന പണി അല്ലെങ്കിൽ പറയുന്ന പോലെ തന്നെ വർക്ക് ലോഡ് കുറച്ച് കൂടുതലായിരിക്കും വിത്ത് മിനിമം എമൗണ്ട് ഓഫ് സാലറി. അതായിരിക്കും അതിൻ്റെ ഒരു വൺ ഓഫ് ദ വേറൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് കണക്ടിവിറ്റി എന്ന് പറയുന്നൊരു ഇഷ്യൂ അവിടെ വരും. ബിക്കോസ് ഈ പ്രൈവറ്റ് ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രൈവറ്റ് ട്രെയിൻ റൺ ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ പ്രൈവറ്റ് ആളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നോക്കുക എന്തായാലും കുറെ കൂടെ ഒരു ആൾക്കാർ കൂടുതലും അതേപോലെ തന്നെ വരുമാനം കൂടുതൽ കിട്ടുന്ന ആ ഒരു റീജിയനിലൂടെ തന്നെയായിരിക്കും അയാൾ ഓടിക്കാൻ ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരു ഉൾഭാഗത്തേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ഔട്ട്സ്കേർട്സിലേക്ക് ഈ ഒരു പ്രൈവറ്റ് ട്രെയിനിൻ്റെ റണ്ണിങ് അവിടെ പോസിബിൾ ആവില്ല. മീനിങ് അവിടെ കുറെ കൂടെ ഒരു ഡിവിഷൻ ഓഫ് ക്ലാസ് അവിടെ ഉണ്ടായിന്ന് വരും. അതാണെന്ന് അതിൻ്റെ വേറൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് നോ റിസർവേഷൻ. ഇപ്പോൾ നമ്മളൊരു ഗവൺമെൻറ് ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ റിസർവേഷൻ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഈ ഒരു പ്രൈവറ്റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
റിസർവേഷൻ എന്ന് പറയുന്ന സാധനം അവിടെ ഉണ്ടാവുകയില്ല, വിച്ച് ഇസ് എ മെയിൻ ഡ്രോബാക്ക് ഇൻ ദിസ് സിറ്റുവേഷൻ. സോ അതാണ് എനിക്ക് ഈ ഒരു മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉള്ള കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ആൻഡ് ഫൈനലി കൺക്ലൂഷൻ വാട്ട് ഐ ഫീൽ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പം ഒരു ഒരു കൺട്രിയിൽ അല്ലെങ്കിൽ ഈ റെയിൽവേ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് പബ്ലിക് സെക്ടറാണ് ഇന്ത്യയിലെ ഈ ഇന്ത്യൻ റെയിൽവേസ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമ്മൾ ഇത് പ്രൈവറ്റൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മളെ ജനങ്ങളെ ബാധിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ പോയിന്റ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പുവർ പീപ്പിളിനെ അത് അഫക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ നോട്ട് ബി ഗുഡ് ഫോർ ദ കൺട്രി. സോ അത് ഒന്നാമതെന്ന് പറയുന്നത് പുവർ പീപ്പിളിനെ ഒരിക്കലും അത് അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് ദർ ഷുഡ് ബി ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്ന സാധനം കൂടെ വേണം. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ചില റൂട്ടുകളിൽ മാത്രമേ ഇത് പോവുള്ളൂ, ചിലതിൽ കുറച്ചുകൂടെ ഔട്ട്സ്കേർട്സിൽ ഇത് പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അതേപോലെ തന്നെ ഒരു ഇൻക്ലൂസിവിറ്റി അവിടെ പോസിബിൾ ആവില്ല എന്നുള്ളതാണ്. സോ അതുകൂടെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പറയുന്ന പോലെ തന്നെ പ്രൈവറ്റൈസേഷൻ കൊണ്ട് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ പ്രൈവറ്റൈസേഷൻ കംപ്ലീറ്റ്ലി എന്ന് പറയുന്നതിന് ഞാൻ എഗെയിൻസ്റ്റ് ആണ്. വൈ? ബിക്കോസ് ദർ ക്യാൻ ബി ഒരു പറയുന്ന പോലെ തന്നെ ഒരു കറപ്ഷൻ എന്നുള്ള രീതിയിലേക്കും അത് മേ ബി ചിലപ്പോൾ പോയി എന്ന് വരും. സോ കംപ്ലീറ്റ്ലി ഒരു പ്രൈവറ്റൈസ് ചെയ്യാന്നുള്ളതിന് ഞാൻ എഗെയിൻസ്റ്റ് ആണ്. ആൻഡ് ചില ഏരിയാസ്, ചില സെക്ടേഴ്സിൽ റെയിൽവേ മിനിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ചില സെക്ടേഴ്സിൽ അത് വരുന്നത് കൊണ്ട് തന്നെ അത് ഒരു കുഴപ്പമില്ലാത്ത ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ നോൺ സേഫ്റ്റി കാറ്റഗറിയിൽ വരുന്ന പോലെ തന്നെ, അതേപോലെ തന്നെ ഇപ്പം സേഫ്റ്റി കാറ്റഗറിയിലാണെങ്കിൽ പോലും തന്നെ അവിടെ കുറേ കൂടെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വരുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. സോ ഇൻ സർട്ടൺ സെക്ടേഴ്സിൽ വരുന്നതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഗുഡ്. ഫോർ എക്സാമ്പിൾ ഹൈജീൻ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈജീന് നമ്മുടെ ഇന്ത്യൻ റെയിൽവേസിൽ ഏറ്റവും പുറകോട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. പ്രൈവറ്റൈസ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് വിൽ ബി ഗുഡ്, ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ ഗുഡ്. ആൻഡ് നെക്സ്റ്റ് വൺ അതേപോലെ തന്നെ പങ്ക്ച്വാലിറ്റി, ഇതിൻ്റെ കേസിലൊക്കെ കുറേ കൂടെ നമുക്ക് ഈ പറയുന്ന ഒരു കുറേ കൂടെ ഒരു നല്ല ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് ഇത് എത്തിക്കാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എനിക്ക് പ്രൈവറ്റൈസേഷൻ ഇന്ത്യൻ റെയിൽവേസ് അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്. സോ ബൈ.